ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഇപ്പോൾ 2 ചാപ്റ്റർ, നമ്മൾ മൊത്തം 4 ചാപ്റ്ററാണ് ഒരു മൊഡ്യൂളിൽ വരുന്നത്. അതിൽ 3 ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചത് SCMഉം SCOയും ഒക്കെ എന്താണെന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ ഒരൊറ്റ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. ഒന്ന്, എന്താണ് ഇവ തമ്മിലുള്ള SCOയും SCMഉം തമ്മിലുള്ള സിമിലാരിറ്റി, ഒരേപോലെ സാമ്യമായത് കാര്യങ്ങൾ എന്തൊക്കെയാണ്? 7 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു SAQ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തിലൊക്കെയാണ് ഇവർക്കൊരു സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ? ഒന്ന്, ഗോൾ ഓഫ് ഇൻക്രീസിങ് വിസിബിലിറ്റി ആണ്. രണ്ടിൻ്റെ ഉദ്ദേശം എന്താ? വിസിബിലിറ്റി കൂട്ടുക എന്ന് തന്നെയാണ്. കീവേഡിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. യൂസർ ഇൻറ്റൻറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓപ്റ്റിമൈസേഷൻ അവിടെ ഉണ്ടാവും. ആൻഡ് മെഷറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് വെബ്സൈറ്റ് അതോറിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഈ രണ്ടെണ്ണം തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഒന്ന്, രണ്ട് കൂട്ടരും 2 തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പെയ്ഡ് ആഡ്സ് ആണ് ഏറ്റവും കൂടുതൽ SCM പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. SEO പറയുമ്പോൾ ഓർഗാനിക് സ്ട്രാറ്റജിയാണ്. അവിടെ യൂസർ വെബ് പേജ് ഗീവ് സെർച്ച് എഞ്ചിൻ ഹയർ ഓർഗാനിക് റാങ്കിങ്സ് ആയിരിക്കും. അവിടെ ഒരു പ്ലേസ്മെൻറ്റും കൊടുക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നാണ് പറയുന്നത്. കൃത്യമായി കണ്ടന്റ്, ടെക്നിക്കൽ എലമെൻറ്റ്, അക്വിസിഷൻ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസിൽ ആദ്യത്തെ പോയിന്റിൽ പറയാനുള്ളത്. രണ്ടാമത്തെ, ഇമ്മീഡിയറ്റ് ആയിട്ടും റിസൾട്ട്. സെമ്മിന് എപ്പോഴും എന്ത് വേണം? ക്വിക്ക് ആൻഡ് വിസിബിലിറ്റി ആൻഡ് ട്രാഫിക് ഉണ്ടായിരിക്കുക എന്നാണ് പ്രത്യേകത. പക്ഷേ SEOന് അത്രത്തോളം തന്നെ ഇല്ല. അതാണ് വേറൊരു പോരായ്മ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ സെം എന്ന് പറയുന്നത് പേപ്പർ ക്ലിക്കാണ്. പേ പെർ ക്ലിക്ക്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മോഡലാണ് യൂസ് ചെയ്യുന്നത് SCMൽ. അഡ്വർടൈസ്മെൻറ്റിന് പേയ്മെൻറ്റ് കൊടുക്കണം ഓരോ ടൈമിലും. യൂസേഴ്സിൻ്റെ ക്ലിക്കിനനുസരിച്ചിട്ട് പേയ്മെൻ്റ് ആണ് വരുന്നത്. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ ബേസിസിലാണ്. സെം ആഡ്സ് എന്ന് പറയുന്നത് പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. എവിടെ? ആ ഒരു പേജിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം SEOയിൽ പറയുമ്പം അവിടെ ഓർഗാനിക് റാങ്കിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുക, വെബ് പേജ് ബേസ്ഡ് ആയിട്ടുള്ള റെലവൻസിൽ അതോറിറ്റി, അലൈൻമെൻറ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റിയാണ് അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സെമ്മിൽ എപ്പോഴും ഓഫർ ചെയ്യുന്നത് പ്രിസൈസ് ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ആയിരിക്കും. അതായത് ലൊക്കേഷനും ഡിവൈസും ടൈമും ഡെമോഗ്രഫിയും ഒക്കെ ഇവിടെ പറയും. പക്ഷേ SEOയിൽ പറയുന്നത് ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എഫേർട്സ് ടു ഇൻഫ്ലുവൻസ് ഓർഗാനിക് റാങ്കിങ്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ദിസ് ഇൻക്ലൂഡ് ഇംപ്രൂവിങ് കണ്ടന്റ് ക്വാളിറ്റി. അതുവഴി എന്താണ്? ആ ഒരു കണ്ടന്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. കീവേഡിൻ്റെ യൂസേജ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. മെറ്റാ ടാഗ്സുകൾ ഇടുക. ആൻഡ് ബിൽഡിങ് ബാക്ക് ലിങ്ക്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, മെഷറബിൾ റിസൾട്ട്. മെഷറബിൾ റിസൾട്ട് പറയുന്നത് നമുക്ക് ഇതിലൂടെ വരുന്ന റിസൾട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതായിരിക്കണം. ഡീറ്റെയിൽഡ് മെട്രിക്സും ഇൻസൈറ്റ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇംപ്രഷൻ നോക്കുക, ക്ലിക്ക് നോക്കുക, കൺവേർഷൻ നോക്കുക. ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഓപ്റ്റിമൈസേഷൻ ബേസ്ഡ് ഓൺ ഡാറ്റ ഡ്രിവൻ ഡിസിഷൻസ്. SEO സക്സസ് മെട്രിക്സ് ആണ്. ഓർഗാനിക് ട്രാഫിക് കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റ് മെട്രിക്സുകൾ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ടു ട്രാക്ക് പെർഫോമൻസ് ആൻഡ് മേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം. മെഷറബിൾ ആയിരിക്കും. അതിന് ഏഴാമത്തേൽ സസ്റ്റൈനബിലിറ്റി ഉണ്ട്. SCMന് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് വിസിബിലിറ്റി ആൻഡ് ട്രാഫിക് നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കും. അതേസമയം ദ ബഡ്ജറ്റ് റൺ ഔട്ട്, ദ ക്യാമ്പയിൻ ഈ സ്റ്റോപ്ഡ്. ക്യാമ്പയിൻ കഴിഞ്ഞ ഉടനെ തന്നെ ബഡ്ജറ്റ് അവിടെ റൺ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ദ ആഡ് സ്റ്റോപ്സ് ലീഡിങ് ടു ഇമ്മീഡിയറ്റ് ഡ്രോപ്പ് ഇൻ വിസിബിലിറ്റി ആൻഡ് ട്രാഫിക്. SEO പ്രൊവൈഡ് ചെയ്യാൻ ലോങ് ടേം ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് റിസൾട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള റിസൾട്ടാണ് അവർ സ്വീകരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ എക്സാമ്പിളാണ് സെം പ്ലാറ്റ്ഫോമിൻ്റെ എക്സാമ്പിളാണ് ഗൂഗിൾ ആഡ്സൊക്കെ, ആഡ്സും ആൻഡ് ബിങ് ആഡ്സും ഒക്കെ വരുന്നത്. ബാക്കിയുള്ള അലോ അഡ്വർടൈസേഴ്സ് ടു ബോൾഡ് ബിഡ് ദെയർ കീവേഡ്സ്. അവരെ കീവേഡിനെ ബിഡ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഡിസ്പ്ലേ ആഡ് ഇൻ സെർച്ച് റിസൾട്ട്സ്. ആ ആഡ് അങ്ങനെ സെർച്ച് റിസൾട്ടിലും ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ഇതൊരു ടെക്നിക്കിലൂടെ കീവേഡ് റിസർച്ചും കണ്ടന്റ് ക്രിയേഷനും ടെക്നിക്കൽ SEOയും ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് സ്പീഡ് ഓപ്റ്റിമൈസേഷനും ആൻഡ് ലിങ്ക് ബിൽഡിംഗ് ടു ഇൻക്രീസ് ഓർഗാനിക് സെർച്ച് വിസിബിലിറ്റി ആൻഡ് റാങ്കിങ്സ്. അപ്പോൾ ആ ഒരു ലിങ്കിലൂടെ
നമുക്ക് ആ ഓർഗാനിക് സെർച്ചിനെ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ വിസിബിലിറ്റി കൂട്ടുക, റാങ്കിങ് കൂട്ടുക, ഇതിലൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലാകെ പഠിക്കാനുള്ളത്. ഒന്ന് എസ് സിമിലാരിറ്റീസ്, സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷനും മാർക്കറ്റിങ്ങും, അവ തമ്മിലുള്ള സിമിലാരിറ്റി ഇവിടെ പഠിക്കുക, ആൻഡ് അവ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അവിടെ സിമിലാരിറ്റി ചോദിച്ചിട്ട് ഏതെങ്കിലും 3 സിമിലാരിറ്റി പറയുന്നുണ്ട്, ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്, പ്രൈമറി എയിം എന്താ രണ്ടിൻ്റെയും ചോദിക്കുന്നുണ്ട്, കീവേഡ് എങ്ങനെ ഫോക്കസ് ചെയ്യണം ചോദിക്കുന്നുണ്ട്, ആൻഡ് ഷോർട്ട് എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പം SEMഉം SEOയും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, കോസ്റ്റ് ഡിഫറൻസ് എത്രയാണ് വരുന്നത് ഇവ തമ്മിലുള്ളത്, ആൻഡ് ഹൗ ഡസ് SEM അച്ചീവ് ഇമ്മീഡിയറ്റ് റിസൾട്ട്, എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്, ആൻഡ് ഡിസ്ക്രൈബ് ദ SEM ആൻഡ് SEO പ്രൊവൈഡ് മെഷറബിൾ റിസൾട്ട്സ്, നല്ല രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആ റിസൾട്ടുകളാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് SEMലും SEOയിലും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി, ഇനി എത്രത്തോളം അത് ഫ്ലെക്സിബിൾ ആണ് മറ്റുള്ള അപ്രോച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ലോങ് എസ്സേ ടൈപ്പ് പറയുന്നത് ഒന്ന് സിമിലാരിറ്റി മാത്രം, പിന്നെ ഒന്ന് ഡിഫറൻസ് മാത്രം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 3ാമത്തെ മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഒരു 4 ക്ലാസ്സും കൂടിയിട്ട് ഒരുമിച്ച് ചേർത്ത് ഒറ്റ ക്ലാസ് ആയിട്ട് പഠിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ട് പിറ്റേ ദിവസം എക്സാം അവിടെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നാളെ തന്നെ എക്സാം ഇംഗ്ലീഷ് ഉണ്ട്, മറ്റന്നാളാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാക്സിമം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഇനി ഒരു മൊഡ്യൂൾ, അതായത് 4 ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ സബ്ജക്റ്റ് അവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്